ായി മാറിയിരിക്കുകയാണ്. ഈ ആഴമുള്ള നദി ദൈവസഭയിൽ ദൈവരാജ്യത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ ചിലർ ലവോദിക്ക സഭക്കാരെ പോലെയാണ്. വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 16 വരെ വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 16 വരെ, റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 14 to 16. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും. ഞാൻ ധനവാൻ. മതി. ഇവിടെ നാം പ്രത്യേകം കാണുന്നത് ലവോദിക്ക സഭ. ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണുകളയും. അത് പ്രായോഗികമായി നോക്കിയാൽ നമ്മുടെ പലരുടെയും ജീവിതമാണ്. പരിശുദ്ധാത്മാവാകുന്ന നദി ആഴമായി ഉണ്ട്. എന്നാൽ നമ്മുടെ അരയിലോ കാലിലോ കയറ് കെട്ടി നദിയുടെ കരയ്ക്ക് കുറ്റിയടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോഗങ്ങളൊക്കെ വരുമ്പോൾ അരയോളം വെള്ളമുണ്ട് പരിശുദ്ധാത്മ നദി. യോഗങ്ങൾ വരുമ്പോഴൊന്ന് കുനിഞ്ഞ് കുറച്ച് അന്യഭാഷ പറയും. യോഗങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നിവർന്നു നിൽക്കും. അപ്പോൾ അര മുതൽ താഴെയുള്ളത് വെള്ളത്തിലാണ്, തണുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുകളിലുള്ളത് മുഴുവൻ ചൂടുമാണ്. അങ്ങനെയാണ് അനേക ദൈവമക്കൾ ഇന്ന് അനുഗ്രഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് പരിശുദ്ധാത്മ നദിയിൽ നിന്ന് ദൈവമക്കളെ വെളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളെ കാണിച്ച് അവരെ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അനേകർ പരിശുദ്ധാത്മ നദി വിട്ടിട്ട് സമ്പത്തിൻ്റെ പുറകെ, പേരിൻ്റെ പുറകെ, അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോവുകയാണ്. അവരാരും ദൈവത്താൽ അയക്കപ്പെട്ടവരല്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരുടെ കുറവ് നിമിത്തം, അല്ലെങ്കിൽ അവരെ പിടിച്ചു പുറത്താക്കാൻ കഴിവില്ലാത്തവരുണ്ടായിരുന്നതുകൊണ്ട് അവർ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കും. പൗലോസ് ഉണ്ടായിരുന്നത്തോളം കാലം പൗലോസിന് അറിയാമായിരുന്നു ഓരോരുത്തരെ നല്ലവണ്ണം വാദിച്ച് ഓരോരുത്തരോട് നല്ലവണ്ണം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. ആ ഒരുത്തരെയും അവരുടെ ഇഷ്ടത്തിന് പൗലോസ് വിടുകയില്ലായിരുന്നു. അതുപോലെ ഇന്ന് ദൈവസഭയുടെ നേതൃത്വ നിലയിൽ എല്ലാവരെയും നല്ലവണ്ണം പരിശോധിച്ച് ഡിസേൺ ചെയ്ത് ആത്മാവിൽ ഓരോരുത്തരെ നല്ലവണ്ണം മനസ്സിലാക്കി ശുശ്രൂഷ ഏൽപ്പിക്കാത്തതിൻ്റെ കാരണം പല ആൾക്കാരും വേല സ്ഥലങ്ങളിൽ കയറി വന്നിട്ട് പരിശുദ്ധാത്മ നദിയിൽ നിന്ന് അനേകരെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് ആ ആഴത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ അരയ്ക്കോ മുട്ടിനോ എവിടെയെങ്കിലും കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മുൻപോട്ട് പോകാൻ നോക്കിയാലും നടക്കുകയില്ല. ഈ കയറെന്താണ്? ആശാഭാഷമാകുന്ന കയറുകൾ, ആഗ്രഹങ്ങളാകുന്ന കയറുകൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളാകുന്ന കയറുകൾ, ഈ ലോകത്തിൻ്റെ നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന കയറുകൾ, ഈ ലോകത്തിൽ നല്ല പേര് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന കയറുകൾ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അത് കരയ്ക്ക് അടിച്ചു വച്ചിരിക്കുകയാണ്, കുറ്റിയിട്ട് അടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര നൃത്തം ചെയ്താലും ഇലക്ട്രിക് ഗിത്താറിൻ്റെ ബഹളം കൊണ്ട് നൃത്തം ചെയ്യും. അന്നേരം അന്യഭാഷ പറയും. പിന്നെയും കാൽ ഉറച്ചിരിക്കുന്നത് തറയിലാണ്. അന്നേരം കുനിഞ്ഞ് ഒരു അന്യഭാഷ പറയും. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയുന്നത്. ഞാൻ ഒരു സംഭവം പറയട്ടെ.
കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശിനാപ്പള്ളി, തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ യോഗം നടത്തുകയായിരുന്നു. ആ യോഗത്തിന് കർത്താവ് വലിയ ഒരുപാട് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ശനിയാഴ്ച ദിവസം ഒരുപാട് ഹിന്ദുക്കൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ശനിയാഴ്ച ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ ഒരുപാട് കല്ലേറുണ്ടായി. അപ്പം കല്ലേർ നല്ല ഉയർന്ന സ്റ്റേജായിരുന്നു. നല്ല സ്റ്റേജിൻ്റെ പുറകിലൊരു ഭിത്തി ഉണ്ടായിരുന്നു. കല്ലൊന്നും വന്ന് എന്നെ കൊണ്ടില്ല. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, വേറൊരാൾ തമിഴിൽ തർജ്ജമ ചെയ്യുകയായിരുന്നു. ഞാൻ കല്ലേറ് വന്നുകൊണ്ട് 10-15 മിനിറ്റ് കല്ലേറ് വന്നേ ഉള്ളൂ. അതിനുശേഷം കല്ലേറ് തന്നെത്താനെ നിന്നു. നല്ലൊരു കൂട്ടം ആത്മാർക്ക് രക്ഷിക്കപ്പെടുവാനിടയായി. നല്ല യോഗമായിരുന്നു. അതിൻ്റെ ആ ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ പാസ്റ്റർ മുത്തുവിൻ്റെ വീട്ടിൽ ഒരു മണ്ണുകൊണ്ടുള്ള ഭിത്തിയും തറ കല്ല് പാകിയതുമാണ്. അവിടെ ഒരു മുറിയിൽ അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിന് ജനലൊക്കെ ഉണ്ട്. ഞാൻ 7 മണിക്ക് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കാണ് ആരാധന. അപ്പോൾ വാതിൽ വന്നൊരാൾ മുട്ടി. ഞാൻ കതവ് തുറന്നപ്പോൾ നല്ല ടൈയൊക്കെ കെട്ടിയ ഒരു നല്ല 40-45 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ശിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഞങ്ങൾ ബ്രദറൻ വിശ്വാസത്തിലുള്ളവരാണ്. ഞാൻ അന്യഭാഷയ്ക്ക് പൂർണ്ണമായി എതിരാണ്. അന്യഭാഷ പറയുന്നത് ഭൂതത്തിൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് ഞാൻ പുസ്തകവും എഴുതിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആത്മാവ് വേണം, പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞു, എന്താ സഹോദര? എന്നെ പറഞ്ഞു, ഇന്നലെ സ്റ്റേജിൽ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിച്ചു, നിങ്ങൾക്കൊരു ഭയവും ഉണ്ടായില്ല. ഞാൻ അവിടെ താഴെ സ്റ്റേജിൻ്റെ താഴെ ഞങ്ങൾ പാസ്റ്റർമാരുടെ കൂടെ ഞങ്ങൾ കസേരയിലിരിക്കാൻ ഞാൻ വിറച്ചു പോയെന്ന് പറഞ്ഞു. എന്നെ ആരും എറിയുന്നില്ല, എന്നിട്ടും എനിക്ക് പേടി വന്നു. നിങ്ങളെ കല്ലെറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടായില്ല. നിങ്ങൾ ധൈര്യത്തോടെ തർജ്ജമ ചെയ്യുന്ന ആളിനെയും പുറകിലോട്ട് മറച്ചു വെച്ചാണ് മുൻപോട്ട് പോയത്. അത് പരിശുദ്ധാത്മാവിൻ ലഭിച്ച ധൈര്യമാണെന്ന് മനസ്സിലാകുന്നു. എനിക്ക് ആ ബോൾഡ്നെസ്, ആ ധൈര്യം വേണമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് അന്യഭാഷ വേണ്ട. അത് അന്യഭാഷ എന്നുള്ളത് ഭൂതങ്ങളുടേതാണ്. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, അവിടോട്ടിരിക്കുക, പ്രാർത്ഥിക്കാം. ഞാൻ ആ സഹോദരൻ്റെ തലയിൽ കൈവച്ച്, പിതാവേ, ഈ സഹോദരന് ആത്മാവ് വേണം, എന്നാൽ അന്യഭാഷ വേണ്ട. അപ്പച്ചനറിയാമല്ലോ ഈ സഹോദരനെ എങ്ങനെയാണ് നിറയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അവിടെ കോണിലോട്ടിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ഷേവ് ചെയ്യണം, 8 മണിക്ക് യോഗത്തിന് പോകണം. യോഗം ആരംഭിക്കുക. ഉടനെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടൈ എല്ലാം ഊരി വെച്ചു. അത് കഴിഞ്ഞ് സ്തോത്രം ചെയ്തു. ഞാൻ ഷേവ് ചെയ്യുന്നെങ്കിൽ എൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മേലാണ്. നോക്കിയപ്പോൾ പൊത്തോന്ന് ആ തറയിലോട്ട് അങ്ങ് വീണു. വീണ്ടും കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. വലിയ ഉച്ചത്തിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പോൾ ജനൽ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ മുത്തുവും മറ്റുള്ളവരെല്ലാം ഒന്ന് നോക്കുകയാണ്. ഇദ്ദേഹമാണ് പരിശുദ്ധാത്മാവിനെതിരെ അന്യഭാഷയ്ക്കെതിരെ പുസ്തകം എഴുതി അങ്ങ് ഉറച്ചു പറയുകയാണ്. അപ്പം നീന്തുക. എവിടാ നീന്തുന്നത്? കല്ല് പാകിയ തറയിൽ നീന്തുക. അപ്പം ഞാൻ കസേരയൊക്കെ എടുത്ത് മാറ്റി പുള്ളിക്കാൻ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയ കൈയുടെ മുട്ടയിൽ കൂടെ ഒക്കെ ചോര വരുന്നതാണ്. ഉടനെ ഞാൻ ചെറിയൊന്ന് മുട്ടി. എന്താ സഹോദരൻ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ, ഞാൻ ദൈവത്തിൻ്റെ നദിയിൽ നീന്തുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നദിയിൽ ഞാൻ നീന്തുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പോയി ശിലോവാം ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. അന്ന് തന്നെ. ഞാൻ പിന്നീട് അറിഞ്ഞാണ്. ഞാനൊരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ കാസിപ്പേട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആന്ധ്രയിൽ ഒരാൾ പുറകിൽ കൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. കാസിപ്പേട്ട് ആന്ധ്രയിൽ കാസിപ്പേട്ടിൽ. ഒന്നേ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എത്ര സംഭവം ഉണ്ടോ. ഒടുവിൽ എന്നെ മുഖം പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം. പറഞ്ഞു, ഞാൻ ശിലോവാം ബൈബിൾ കോളേജ് പ്രിൻസിപ്പളാണ്. അന്ന് ഞാൻ രാജിവെച്ചു. ഇന്ന് ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായി പൂർണ്ണവേല ഈ ആന്ധ്രാപ്രദേശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവാകുന്ന നദിയിലേറെ അന്യഭാഷയൊന്നും കിട്ടുകയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം കഴുത്തേൽ വരെ ആയിരിക്കും. ഒരടി കൂടെ ഇറങ്ങിയാൽ മുങ്ങിക്കഴിഞ്ഞാൽ, നദിയിലെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മലയാളം പറയാൻ കഴിവുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും ഒരു ചാമ്പ്യനുണ്ടോ? തല മുങ്ങിക്കഴിഞ്ഞാൽ വാ തുറന്നാൽ ബബ എന്നല്ലാതെ വേറൊരു ഭാഷ, ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും വരികയില്ല. അതാണ് അന്യഭാഷ.
അതുപോലെ ഈ നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും കല്ല് പോലെ നിൽക്കാൻ കഴിയുള്ളവർ വല്ലവരുമുണ്ടോ? ഞാൻ ചോദിക്കുക, ചലഞ്ച് ചെയ്യുക. വെള്ളം നിങ്ങളുടെ തലമേലായിപ്പോയാൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല, നിങ്ങളുടെ കാല് തന്നെ അങ്ങ് പറഞ്ഞു പോകും. അതുപോലെ പരിശുദ്ധാത്മാവുന്ന നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുലുങ്ങാത്തവരെല്ലാം കുലുങ്ങും, അന്യഭാഷ സംസാരിക്കാത്തവരെല്ലാം അങ്ങ് സംസാരിക്കും. ഞാൻ ഒരു ഉദംപൂരിലെ ഒരു ഗർഗൻ, എലൈജ ഗർഗൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അവിടുത്തെ ഉദംപൂരിലെ ഇംഗ്ലീഷ് ലെക്ചററായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്യഭാഷ പറയുകയില്ല, എനിക്ക് അന്യഭാഷ വേണ്ട, ആത്മനിറവ് വേണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ ഇവനെ നീ അനുഗ്രഹിക്കണം, ഇവന് ആത്മാവ് വേണമല്ലോ. അപ്പോൾ പറഞ്ഞു, അവൻ നല്ല പഠിപ്പോൾ, നിങ്ങൾ സെൻസ് ഇല്ലാതെ സംസാരിക്കുക. കർത്താവ് നിറച്ചു. 3 ദിവസം അന്യഭാഷയല്ലാതെ വേറൊന്നും വായിന്ന് വരികയില്ല. എനിക്ക് ടെലിഫോൺ ചെയ്യുമ്പോൾ അന്യഭാഷയാണ് പറയുന്നത്. അപ്പോൾ വേറൊരാൾ പറഞ്ഞ് പെട്ടെന്ന് വായി ഒരു പ്രാന്തി. ഞാൻ ചെന്നപ്പോഴും അന്യഭാഷ പറയുന്നത്. ഓഫീസിൽ പുള്ളിക്കാരൻ സ്കൂളിൽ പോകാൻ ഒക്കുക, കോളേജിൽ പോകാൻ ഒക്കുകയില്ല, അന്യഭാഷ പറയാം. 3 ദിവസം കരഞ്ഞോണ്ട് അന്യഭാഷ. ഹിന്ദിയോ ഉറുദുവോ ഇംഗ്ലീഷോ ഒന്നും വരുന്നില്ല, അന്യഭാഷ മാത്രം. പിന്നെ പുള്ളിക്കാരനെ കർത്താവിനോട് ക്ഷമയൊക്കെ വെച്ചു. പിന്നാണ് ഇന്നും അദ്ദേഹം കർത്താവിൻ്റെ വേലയിലുണ്ട്. കർത്താവിന് സ്തോത്രം. ജോലി രാജിവെച്ചിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ലഡാക്കിൻ്റെ പ്രദേശങ്ങളിൽ പുള്ളിക്കാരൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലൈജ ഗർഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ രാജ്യത്തിലൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷിക്കാം. ഇപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു വലിയ ഭാരം വെച്ചുകൊണ്ട് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിക്കാൻ. വെള്ളത്തിലിറങ്ങി തല വെള്ളത്തിലായി കഴിയുമ്പോൾ ആ ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് മാറും. അതുപോലെ പരിശുദ്ധാത്മ നദിയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാരമെല്ലാം മാറിപ്പോകും. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ കിടക്കുകയാണ്. ഒരാൾ കരയ്ക്ക് നിന്ന് കല്ലെടുത്ത് എറിഞ്ഞാൽ ആ കല്ല് വന്ന് ചെറുക ശരീരത്തിൽ നിന്ന് തൊട്ടേച്ച് പോകുമെന്നല്ലാതെ അല്പം പോലും മുറി ഉണ്ടാകുകയില്ല. അതുപോലെ കരയ്ക്കിരുന്നുകൊണ്ട് നിങ്ങളെ ചീത്ത പറയുന്നു എന്ന് വിചാരിച്ചാട്ട് എന്താ പറയുന്നത് കേൾക്കാൻ ഒക്കുകയില്ല. കാരണം നിങ്ങളുടെ ചെവിയും ആ കരയിൽ നിൽക്കുന്ന ആളിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം നിങ്ങളുടെ ചെവിക്കും ആ ആളുടെ ഇടയ്ക്കിരിക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങളെ ബാധിക്കുകയില്ല. സ്തോത്രമെന്നേ നിങ്ങളുടെ വായിൽ നിന്ന് വരത്തുള്ളൂ. നിങ്ങളെ അടിച്ചാലും നിങ്ങൾക്ക് വേദന വരികയില്ല. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിലുള്ളതായ ജീവിതം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹ പ്രസംഗിയരെല്ലാം പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ നദിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ അത് കേൾക്കാതെ ദൈവത്തിൻ്റെ നദിയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ഈ ഭൗതിക ആഗ്രഹങ്ങൾ വരുന്നത്? ഈ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ആഗ്രഹം എന്താണ്? അരവരെ വെള്ളമുള്ളൂ. അപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം കാണുന്നത്. നിങ്ങളുടെ കണ്ണും പരിശുദ്ധാത്മാവിൻ്റെ നദിയിലായിക്കഴിഞ്ഞാൽ കരയിലുള്ള വലിയ വീടോ വസ്ത്രങ്ങളോ ഒക്കെ കണ്ടാൽ നിങ്ങളുടെ കണ്ണിലേക്ക് ആ കാഴ്ച വരുമ്പോൾ ആ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ കൂടെ ഫിൽറ്റർ ചെയ്താൽ വരുന്നത്. അതുകൊണ്ട് ആകർഷണം ഉണ്ടാകുകയില്ല. എത്ര വലുത് വന്നാലും അത് വെറും ചപ്പും കുപ്പയും മാത്രമാണ്. എത്ര വലിയ ധനം വന്നാലും എത്ര വലിയ ആകർഷണം വന്നാലും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലായിക്കഴിഞ്ഞാൽ, യുവാക്കന്മാരാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പെൺകുട്ടികളുടെ പുറകെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ പുറകെ പോകുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുന്ന നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഈ നദിയിലെ വാസമാണ് നമ്മൾക്ക് ആവശ്യം. അതാണ് പരിശുദ്ധാത്മാ. അതുകൊണ്ട് ദൈവരാജ്യത്തിലിരിക്കുന്നവർ കരഞ്ഞും കൊണ്ട് പോവുകയെന്നല്ല, നമ്മൾ ഇടുക്കവും ഞെരുക്കവും വഴിയിൽ കൂടെ പോകുമ്പോഴും നമ്മൾ സന്തോഷിച്ചിട്ടുകൊണ്ടാണ് പോകുന്നത്. മറ്റുള്ളവർ കണ്ടു ഇത്ര വലിയ വേദന, ഇത്ര വലിയ പ്രയാസം ഉണ്ടായിട്ടും. ഇതാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലായിൽ ഒരു കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അപ്പോൾ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, എം ശാമുൽ വന്ന് എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, മറ്റു ആരെയും കർത്താവിൻ്റെ ദാസന്മാരെ പ്രാർത്ഥിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, അവരാരും വരണ്ടെന്ന് പറഞ്ഞു. വലിയ ആളുകളൊക്കെ. ഞാൻ അവിടെ തിരുവല്ലായിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിങ്ങനെ വീർത്ത്
ഇരിക്കുകയാണ്. ഭയങ്കര വേദന സഹിച്ചുകൊണ്ടിരിക്കുക, വേദനയാണ്. അന്നേരവും പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് ചുംബിച്ചു. എന്നോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് പാസ്റ്റർമാരുണ്ട്, അവരാരും എനിക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യനല്ല, കാരണം അവർ ആശുപത്രിയിലൊക്കെ പോവുക ചെയ്യുന്നുണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലാണ് കർത്താവിൻ്റെ ദാസൻ വസിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ആണ് വിളിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം അതിവേദനയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങി, ആത്മാവിൽ സന്തോഷിക്കാൻ തുടങ്ങി. വയറിങ്ങനെ വീർത്ത് നിൽക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ആരാധിച്ചോൾ പറഞ്ഞു. എന്നോട് കണ്ടെന്നെ ചുമ്മിച്ചിട്ട് പറഞ്ഞു, വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു യഥാർത്ഥ കൂട്ടായ്മ ലഭിച്ചതെന്ന് പറയുവാനിടയായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, എത്ര വേദനയുണ്ടെങ്കിലും ഹല്ലേലൂയ ആ പരിശുദ്ധാത്മ നദി. ഞാൻ ഉദംപൂരിൽ ഒരു പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെയുള്ളായിരുന്നു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-25 ആളുകൾ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി. മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഈ പന്ത് കിക്ക് ചെയ്യുന്ന പോലെ തന്നെ കിക്ക് ചെയ്യും, ഇടിക്കുക, ഒരു ഭിത്തിയിൽ നിന്ന് വേറൊരു ഭിത്തിയിലേക്ക് എറിയെല്ലാം ചെയ്തു. അരമണിക്കൂറേതും കഴിഞ്ഞപ്പോൾ അവരെല്ലാം അണയ്ക്കാൻ തുടങ്ങി. ഞാൻ അന്നേരം ഫുട്ബോൾ പോലെ തുള്ളിക്കൊണ്ടിരിക്കുക. അവരുടെ അത് കഴിഞ്ഞ് 7 കിലോമീറ്റർ നടന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ ഭാര്യയോട്, അയ്യോ ഞാൻ അടി കൊണ്ട് ചവന്നൊന്നും പറഞ്ഞില്ല. ഒരു ചായ തരാൻ പറഞ്ഞു, കുടിച്ചു. കട്ടിലിൽ കിടന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ശരീരത്ത് വേദനയൊക്കെ തുടങ്ങിയത്. അതുവരെ എവിടെയായിരുന്നു? ആ പരിശുദ്ധാത്മ നദിയിൽ. അവരടിക്കുമ്പോഴും അവരിടിക്കുമ്പോഴും എവിടെയാണ് കിടന്നത്? പരിശുദ്ധാത്മാവുന്ന നദി. ഒരു നദിയുണ്ട്, അത് ദൈവത്തിൻ്റെ നഗരത്തെ എന്തു ചെയ്യുന്നു? സന്തോഷിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പട്ടിണിയായാലും പ്രയാസമായാലും, ഞാൻ എൻ്റെ ഭാര്യയുടെ ഉണ്ട് അടുക്കളയിൽ സാധനങ്ങളെല്ലാം കുറയുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് നല്ല പാട്ടുകൾ കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഭാര്യ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പലപ്പോഴും അടുക്കളയിലൊന്നും ഇല്ല, സാധനങ്ങളൊന്നുമില്ല, ചെറുതുണ്ടെങ്കിൽ എന്താണ് നല്ല പ്രത്യാശയുടെ പാട്ടുകൾ. എന്തുകൊണ്ടാണ് പ്രത്യാശയുടെ പാട്ടുകൾ വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ. ആകയാൽ എത്ര രോഗം വന്നാലും എത്ര ദുഃഖം വന്നാലും പരിശുദ്ധാത്മ നദിയിലെ പോലെ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളത് ഈ ലോകത്തിൽ വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസും ശീലാസും ജയിലിനകത്ത് കിടക്കുമ്പോൾ അന്ന് പകൽ മുഴുവനും ഉപദ്രവിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൗലോസ് ശീലാസിനോട്, അയ്യോ എന്നെ ഇത്ര ഉപദ്രവിച്ചല്ലോ, ഇത്ര വേദനയെന്ന് പറയുന്നതിന് പകരം അവർ ആത്മാവിൽ ആരാധിക്കുക. നദിയിലാണ് അവരായിരിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് അവരെ അകത്ത് പൂട്ടിയിരിക്കുന്ന ജയിൽ പ്രമാണി വന്നിട്ട്, സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യേണ്ടു? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ അനേക പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സെൻട്രൽ ജയിലിലും കടന്നിട്ടുണ്ട്, ജമ്മുവിൽ സെൻട്രൽ ജയിലിൽ കടന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ SP-യുടെ അവിടെ വെച്ചിരിക്കുകയാണ്, അടുത്ത മുറിയിൽ വെച്ചിരിക്കുകയാണ്. SP-യുടെ ഓഫീസിൻ്റെ തൊട്ട മുറിയിൽ തന്നെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ SP-യോട് സുവിശേഷം പറഞ്ഞു. ഉടനെ SP എന്നോട് ഒന്ന് പറയുക, നിൻ്റെ മുറിയിൽ ചെരുപ്പിട്ടുകൊണ്ട് വരാൻ എനിക്ക് പേടിയാകും. ആരാ പറയുന്നത്? സൂപ്രണ്ട് ഓഫ് പോലീസ്. ഞാൻ ആരാണ്? അവൻ്റെ കൈദി, അല്ല അവൻ്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? അവൻ്റെ തടവുകാരനാണ്. ഞാൻ അവൻ്റെ തടവുകാരനാണ്. ഞാൻ അപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഈ സന്തോഷിപ്പിക്കുന്ന നദിയിലേക്ക് നിങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കരയ്ക്ക് കെട്ടിയിരിക്കുന്ന ആഗ്രഹങ്ങളാകുന്ന കുറ്റികളൊക്കെ അങ്ങ് പറിക്കണം. ആ കുറ്റികൾ പറിച്ചാൽ നിങ്ങൾക്കുടനെ തന്നെ ആ ആത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങുവാൻ കഴിയും. പിന്നെ നദിയിലേക്ക് ഇറങ്ങിയാൽ എപ്പോഴും സന്തോഷമാണ്. എത്ര രോഗങ്ങൾ വന്നാലും സന്തോഷം, നിന്ന വന്നാലും സന്തോഷം, അപമാനം വന്നാലും സന്തോഷം. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും സന്തോഷിപ്പി. ആ നദിക്കകത്ത് പാർക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. പിന്നെ ഈ നദിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടോ? വായിച്ചാട്ട് സങ്കീർത്തനം 65:9 വായിച്ചാട്ട്. 65:9 സങ്കീർത്തനം 65:9 വായിച്ചാട്ട്. ആ നദിയിൽ വെള്ളത്തിന് കുറവ് വല്ലതും ഉണ്ടോ? Psalm 65:9
നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നദിയിൽ വെള്ളത്തിന് ഒരു കുറവുമില്ല. കുറവ് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. നമ്മുടെ കുറവുകൾ, നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന കയറുകൾ അറക്കാമെങ്കിൽ ഈ നദിക്കുള്ളിൽ വസിക്കാം, എത്ര പ്രയാസങ്ങൾ വന്നാലും. ഞാൻ ഒരു പ്രാവശ്യം ഈ അടിക്കുന്ന ഉടനെ മുഖത്തടിച്ചാൽ പെട്ടെന്ന് ഈ ചിരിയും പല്ലും കൂടെ ഉള്ളത് കൊണ്ടാൽ പെട്ടെന്ന് മുറിയും. ഒരു പ്രാവശ്യം എന്നെ ക്രൂരമായി അടിച്ചു. അപ്പോൾ ചിരി മുറിഞ്ഞ് രക്തം മുഴുവൻ എൻ്റെ ഷർട്ടിലായി. ഷർട്ടിൽ രക്തമായപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിന്ന് പ്രസംഗിക്കുക. അപ്പോൾ ഉടനെ അവർ പറയാം, ഈ പ്രാന്തൻ ഇത്രയും അടിച്ചിട്ടും അവനെന്താ. ഞാൻ വേറൊരിടത്ത് പോയിട്ട് എൻ്റെ ഷർട്ട് കഴുകി. ഒരു പ്രാവശ്യം ഞാൻ മുസ്ലിങ്ങളുടെ കോടതിയിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ദൈവത്തിൻ്റെ പുത്രൻ പരമേശ്വരക്ക ഖുദാക്ക ബേട്ട എന്നുള്ളത് ശരിയായിട്ട് പറയാൻ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അറിയാവുന്ന ഉറുദുവും എല്ലാം കൂടെ ഖുദാക്ക ബേട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കോപമായി. ദൈവത്തിന് പുത്രൻ എവിടെ നിന്നാണെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ഈ ഇറച്ചി, അവിടെ ഇറച്ചിക്കടയുണ്ടായിരുന്നു. ആ ഇറച്ചിക്കടയിൽ ഈ ഇറച്ചി വെട്ടി മുറിക്കുന്ന ഒരു വലിയ തടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കിടത്തിട്ട് പറഞ്ഞു, ഇപ്പം നിന്നെ മുറിക്കാൻ പോകാമെന്ന് പറഞ്ഞു. 10-20 മുസ്ലിങ്ങളാണ് എല്ലാം. നീ ഖുദാക്ക ബേട്ട എന്ന് പറഞ്ഞത് നിന്നെ ജീവനോടെ വിടുകയില്ലെന്ന് പറഞ്ഞു. ഇനി അവിടെ കിടത്തിയപ്പോൾ ഞാൻ ചിരിക്കുക. ഉടനെ അവർ പറയാം, ഇവ പ്രാന്തന, ഇവിടെ കൊണ്ടിട്ടിട്ട് വെച്ചിരിക്കുന്നു. ഉടനെ എഴുന്നേറ്റ് നിർത്തി പുറകിലൊരു തൊഴി തന്നിട്ട് പറഞ്ഞു പൊയ്ക്കോളാം. ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഇത്രമാത്രം കാഠിന്യമായ അവസരം ഉണ്ടായപ്പോഴും എന്താണ് ഭയമില്ലാതിരുന്നത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നാം ആനന്ദിച്ചുകൊണ്ടിരിക്കുക. ആകയാൽ പ്രിയമുള്ളവരെ, ലോകത്തുള്ളവരെല്ലാം ദുഃഖിതരായാലും ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ നദിയിൽ ഒരു കുറവുമില്ല. വെള്ളം ധാരാളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നോർക്കണം, ഈ നദി അധികം കാലം കഴിയുന്നതിന് മുൻപ് തിരിച്ച് മുകളിലോട്ട് ഒഴുകും. പെന്തക്കോസ് നാളിൽ ഇത് ഭൂമിയിലേക്ക് വന്നു. ഇനി ഇത് തിരിച്ച് ഒഴുകും. അതൊഴുകുമ്പോൾ മീനിനെ പോലെ ഈ നദിയിൽ തുള്ളിക്കളിക്കുന്നവരെല്ലാം അങ്ങ് പോകും. ഈ ലോക ആഗ്രഹങ്ങളാകുന്ന കയറുകളാൽ കെട്ടപ്പെട്ടവർ അവിടെ നിന്നുപോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മണവാട്ടി സഭ എടുത്തുകൊള്ളപ്പെടും. ആരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്? ഈ നദിയിൽ പൂർണ്ണമായി ആനന്ദിക്കുന്നവർ. ആകയാൽ പാലായിലുള്ള ദൈവജനമേ, നമുക്ക് ഈ നദിയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങാം. ഇത് സൈക്കോളജി അല്ല, ഈ മനസ്സിൻ്റെ കട്ടിയല്ല, നദിയുടെ അനുഭവം. നമ്മൾക്ക് വേണ്ടി ഈ നദി ദൈവം ഒരുക്കിയിരിക്കുന്നതിനാൽ ആദിമകാലത്തുള്ള വിശുദ്ധന്മാർ എത്രമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സംഭവം കൂടെ പറയാം. ഞാൻ ഓർക്കുന്നുണ്ട്, കരിങ്കുറ്റിക്കൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടശ്ശേരിക്കര അടുത്തുള്ള കുമ്പളാമ്പയ്യ കരിങ്കുറ്റിക്കൽ. അന്ന് ഞാൻ നോക്കുമ്പോൾ അപ്പച്ചന്മാരെല്ലാം ഹാളിനകത്ത് നൃത്തം ചെയ്തുകൊണ്ട് അന്യഭാഷ പറയുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നൃത്തം ചെയ്ത് വെളിയിലിറങ്ങി ഹാളിന് ചുറ്റും ഓടുക, നല്ല സ്പീഡായിട്ട് ഓടുക. അത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു. ഞായറാഴ്ച ആരാധന കഴിച്ച് അവരെല്ലാം ചെങ്ങറമുക്കിന് പോയി പ്രസംഗിക്കാൻ പോയി, പരസ്യയോഗത്തിന്. ഞാനും തമ്പേരെടുത്തുകൊണ്ട് അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ചാളുകളെല്ലാവരും കൂടി അവരെ പിടിച്ചടിക്കാൻ തുടങ്ങി. കോടയെല്ലാം പൊടിച്ചു, എൻ്റെ ഇരുന്ന് തമ്പേർ പിടിച്ച് തല്ലി കഴിച്ചു. എല്ലാവരും ഇടിക്കുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവർ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ 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 എന്ന് പറയുക. സ്തോത്രം. ഇടിച്ചുകൊണ്ടിരിക്കും. എത്ര ഇടി കൊണ്ടിട്ടും അവർക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല. സ്തോത്രം. ആത്മാവിൻ്റെ നിറവ്. അതുപോലെ ഞാൻ ഒരു സംഭവം കൂടെ പറയട്ടെ. തിരുവല്ലായിൽ ഇരവിപേരൂർ, കുമ്പനാടിനടുത്ത് ഇരവിപേരൂരിൽ നിന്ന് ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സഹോദരി ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. പുള്ളിക്കാരത്തിയുടെ ആങ്ങളെയായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്നത്.
പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് കളക്ടറുമായിരുന്നു. അപ്പോൾ ആലപ്പുഴ കളക്ടറായിട്ട് ഇരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. കുമ്പനാട് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൻ്റെ മുറ്റത്തെ യോഗം നടത്തിക്കുള്ളൂ. ആ സൗകര്യം മുൻപോട്ട് വന്നു. ഞാൻ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് വലിയ പണമുള്ള വലിയ വീട്ടുകാരാണ്. അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഭർത്താവ് കളക്ടറാണ്, എത്ര അധികാരമുള്ള ആളാണ്. പിടിച്ചിട്ട് എന്ത് ചെയ്തു, സാരിയെല്ലാം വലിച്ചു കീറി ഇടിക്കാൻ തുടങ്ങി. നല്ല വണ്ണമുള്ള സഹോദരിയാണ്. ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് അന്യഭാഷ എന്ന് തുടങ്ങി. എപ്പോഴാണ് അന്യഭാഷ കിട്ടിയെന്നറിയാം? കളക്ടർ ഭർത്താവ് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം 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 പറഞ്ഞ് അന്യഭാഷ തന്നെ. ഒടുവിൽ പിറ്റേ ദിവസം എൻ്റെ അടുക്കൽ അപ്പോൾ സാരിയെല്ലാം വലിച്ചു കീറിയ അയൽവക്കത്തുള്ള ഒരു പാവപ്പെട്ടവരുടെ സാരിയൊക്കെ എടുത്ത് എടുത്തുകൊണ്ട് വന്നു. ഉടനെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ പുറം മുഴുവനും നോക്ക്, ഒരുപാട് ഇടിച്ചു, എന്നാൽ ഇടി കൊണ്ടുകൂടി നിൽപ്പോഴാണ് ഞാൻ ആത്മാവിൽ നിറഞ്ഞതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ആ പുള്ളിക്കാരൻ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കി. എന്നാൽ 2 വർഷം പുള്ളിക്കാരത്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളക്ടർ. അവർ 2 വർഷം അവിടെ തന്നെ ഇരവിപേരൂരിൽ ഇംഗ്ലീഷ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് 2 വർഷം. എന്നിട്ടും ഭർത്താവ് സ്വീകരിച്ചില്ല. വലിയ വീട്ടിലുള്ളവരാണ്. 2 വർഷം തനിയെ കഷ്ടപ്പെടുന്നാൽ ഒടുവിലായി ഭർത്താവിനെ ദൈവം സന്ദർശിച്ചു. ഞാൻ ഒരു ദിവസം തിരുവല്ലായി വന്നപ്പോൾ എന്നോട് സഹോദരി നേരത്തെ പറഞ്ഞു, ഈ പ്രാവശ്യം വരുന്നുണ്ടേ കാറൊന്നും ബുക്ക് ചെയ്യരുത്, ഞാനൊരു കാർ കൊണ്ടുവരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ഞാനവിടെ വന്നപ്പോൾ ഒരു നല്ല അംബാസിഡർ കാറും ഒരു ഡ്രൈവറും ആക്കിയിട്ടുണ്ട്. പറയുകയാണ്, എൻ്റെ ഭർത്താവ് പറഞ്ഞു, AM ശാമുവലിനെ ഞാൻ ഒരുപാട് നിന്ദിച്ച ആളാണ്, ഈ കാറിൽ വേണം അദ്ദേഹത്തെ ഓരോ വീട്ടിൽ പുറത്ത് കൊണ്ടുപോകാൻ. ആരാ ക്രമീകരിച്ചത്? കളക്ടർ അദ്ദേഹം ക്രമീകരിച്ചതാണ്. ദൈവം ഈ 2 വർഷത്തിനകം അദ്ദേഹത്തെ എന്ത് ചെയ്തു? രൂപാന്തരപ്പെടുത്തുവാനിടയായി. ആകയാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ നദിയുടെ അനുഭവം എന്ന് പറയുന്നത് കഥയല്ല, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതിനൊന്ന് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളാകുന്ന കയറുകളെ അഴിച്ചു മാറ്റുന്നു, വെള്ളത്തിൻ്റെക്ക് ഞാൻ കടന്നു വരുന്നു. ഇന്ന് തന്നെ നിങ്ങൾക്ക് ആത്മനിറവ് പ്രാപിക്കാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ആത്മനിറവ് പ്രാപിക്കുവാനിടയാകും. അഥവാ ആരെങ്കിലും അരവരെ വെള്ളമേ ഉള്ളൂ, പകുതി, കർത്താവ് പറയുന്നത്, നീ ശീതോഷ്ണവാനായാൽ ഞാൻ നിന്നെ എന്തു ചെയ്യും? ഉമിണ്ണുകളയും. ഹല്ലേലൂയ. നമ്മൾ ശീതോഷ്ണവാനായിരിക്കാതെ ആത്മാവിൻ്റെ നദിയിൽ ആനന്ദിച്ചുകൊണ്ടിരിപ്പാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മൾ കൃപ നൽകട്ടെ. ആ ആത്മാവിൻ്റെ നദിയിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം ആത്മനദിയിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ജ്ഞാനമുണ്ടാകുമെന്നറിയാമോ? എത്രമാത്രം പരിശുദ്ധാത്മാവിൽ ഉള്ള ബുദ്ധി, എത്ര വിലയേറിയ ബുദ്ധിയാണ് മറ്റുള്ളവരെക്കാളെല്ലാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളാകുന്നവർ നിങ്ങൾ വടക്കേണ്ടിയിൽ വന്നാൽ കുഞ്ഞുങ്ങളവരെയും ആത്മനദിയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പഠനത്തിൽ അല്പം പുറകോട്ടായ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മാവിൻ്റെ നദിയിലേക്ക് പ്രേരിപ്പിച്ചാട്ട് അവർ ആത്മനദിയിലായി കഴിയുമ്പോൾ അവരുടെ ബുദ്ധിയെല്ലാം തെളിഞ്ഞ് നല്ല ബുദ്ധിയുള്ളവരായിത്തീരും. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുമ്പോൾ അവർക്ക് പരീക്ഷയിലുമെല്ലാം നമ്പർ 1 വരുവാനിടയാകും. ചിലർ ചിന്തിക്കും, കുഞ്ഞുങ്ങളെ ഈ യോഗങ്ങൾക്കെല്ലാം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ പഠനമെല്ലാം മോശമാകുമെന്ന്. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സകല ജ്ഞാനവും ആത്മനദിയിലുണ്ട്. സകല ജ്ഞാനവും. ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായി തീരാൻ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊന്നും യോഗ്യതയൊന്നുമില്ലായിരുന്നു. ഞാൻ ഓഫീസറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ സർവീസ് സെലക്ഷൻ ബോർഡിനപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ വല്ല വലിയ MP-മാരോ വല്ലതും? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അപ്പനൊക്കെ കൃഷിക്കാരാണ്. അപ്പം നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിനാൽ സെലക്ഷൻ ബോർഡ് എഴുതിയപ്പം ഇന്ത്യയിൽ നമ്പർ 1 വന്നു. ഇന്ത്യയിൽ നമ്പർ 1 വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവർക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എനിക്ക് പെർമനൻറ്റ് കമ്മീഷൻ കിട്ടുവാനിടയായത്. ഞാൻ പറയാൻ കാരണം എന്താണ്? പരിശുദ്ധാത്മാവുന്ന നദിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ CME കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയേഴ്സിൽ ഞങ്ങൾ അവിടെ ബ്രിഡ്ജിങ്ങിൻ്റെ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പറയും, ഈ പ്രാവശ്യം ഇവനൊന്നും കിട്ടാൻ പോകുന്നില്ല. പരീക്ഷ തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച വൈകിട്ട് വരെ ഞാൻ പ്രസംഗിച്ച് രാത്രി 11 മണിക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, ഇവൻ
ഈ പ്രാവശ്യം. കാരണം ബ്രിഡ്ജിങ് ഡിസൈൻ ടെസ്റ്റ് വളരെ സീരിയസ് ആണ്. തിങ്കളാഴ്ച ടെസ്റ്റിനിരുന്നു. എല്ലാവരെക്കാളും അരമണിക്കൂർ മുമ്പ് ഞാൻ പേപ്പർ എഴുതി കൊടുത്തു. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഈ പ്രാവശ്യം ഇവൻ തീർന്നു തന്നെ. ഇന്ന് നിങ്ങൾ കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയേഴ്സിലെ AM ശ്യാമിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ആരും പ്രാപിക്കാത്ത അതിനേക്കാൾ കൂടുതൽ മാർക്കുണ്ടായി. കാരണം ഞാൻ പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞ ഓരോന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ മുഴുവനും അതുപോലെ എഴുതി. ഞാനിത് പറയാൻ കാരണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ആത്മനദി ഏറ്റവും നല്ല. ഏതെങ്കിലും മാതാക്കൾ ചിന്തിക്കുകയാണ്, എൻ്റെ കുഞ്ഞു വേദോസ്തവം വായിക്കാനും ആരാധനയ്ക്കും പോയാൽ പഠിത്തത്തിന് പുറകോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അല്ല. അവരെ ആത്മാവിൽ മുൻപോട്ട് നടത്തിയാൽ അവരെക്കാൾ ബെസ്റ്റ് ആരും കാണുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ബിസിനസ്, ഞാൻ എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മിലിറ്ററിയിലായിരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ രാജ്യത്തിലെ നദി, പെട്ടകത്തിനകത്ത് നദിയുണ്ട്. ഹല്ലേലൂയ. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, സിംഹത്തിൻ്റെ വലിപ്പവുമില്ല, ആനയുടെ വലിപ്പവുമില്ല, എലിയുടെ ചെറുപ്പവുമില്ല. എല്ലാം ആത്മനദിയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓരോരുത്തരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയംഗമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഓഡിറ്റോറിയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നദി ഒഴുകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹങ്ങളാകുന്ന കയറുകളാൽ കെട്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് പുറപ്പെട്ട് വരുവീൻ. തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.